ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻഡ് എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് അഥവാ ആഗോള മർദ്ദ മേഖലകളെക്കുറിച്ചാണ്. സ്റ്റഡീസ് ഹാവ് റിവീൽഡ് ദാറ്റ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് മോർ ഓർ ലെസ് ദ സെയിം ബിറ്റ്വീൻ സെർട്ടൈൻ ലാറ്റിറ്റ്യൂഡ്സ്. ബേസ്ഡ് ഓൺ ദിസ്, the earth surface is divided into different pressure belt. ഭൂമിയിൽ ചില അക്ഷാംശ രേഖകൾക്കിടയിൽ ഏറെക്കുറെ ഒരുപോലെയാണ് മർദ്ദം അനുഭവപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൗമോപരിതലത്തെ വിവിധ മർദ്ദ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 0 ഡിഗ്രി ഇക്വട്ടോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ദെൻ മുകളിലോട്ട് അതായത് നോർത്തേൺ പാർട്ടിൽ 30 ഡിഗ്രി സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, ദെൻ 60 ഡിഗ്രി സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, ദെൻ നോർത്ത് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ദെൻ അതായത് സദേൺ പാർട്ടിലോട്ട് വരുമ്പോഴും ഇതേപോലെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 30 ഡിഗ്രി സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, ദെൻ 60 ഡിഗ്രി സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, ദെൻ 90 ഡിഗ്രി സൗത്ത് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഈ പാർട്ടിൽ ഇനി ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇക്വട്ടോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആണ്. ദിസ് ഈസ് ദ സോൺ വേർ ദ സൺസ് റേ ഫോൾസ് വെർട്ടിക്കലി ത്രൂ ഔട്ട് ദ ഇയർ. ഹെൻസ് ദ ടെമ്പറേച്ചർ വിൽ ബി ഹൈ ഇൻ ദിസ് സോൺ ഓൾ ത്രൂ ദ ഇയർ. The air expands due to sun's heat and rises up on a massive scale. This is a reason for the low pressure experienced throughout this zone. അപ്പോൾ ഇക്വട്ടോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അപ്പോൾ വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന മേഖലയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കും. സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ മേഖലയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം. ദ ഇക്വട്ടോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ 5 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ്. ദ എയർ ഇൻ ദിസ് സോൺ അസെൻഡ്സ് ഓൺ എ ലാർജ് സ്കെയിൽ. വിൻഡ്സ് ആർ വെരി ഫിയബിൾ ഹിയർ. ദിസ് പ്രഷർ ബെൽറ്റ് ഈസ് നോൺ ആസ് ഡോൾഡ്രം, meaning the zone with no winds. The region was a nightmare for the ancient mariners. അപ്പോൾ ഈ ഒരു മേഖലയിൽ മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ അതേപോലെ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അനുഭവപ്പെടുന്നത്. വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നു എന്നതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് കാറ്റുകൾ കുറവാണ്. കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ ഡോൾഡ്രം അഥവാ നിർവാത മേഖല എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. പണ്ട് പായ്ക്കപ്പലുകളൊക്കെ സഞ്ചരിച്ചിരുന്ന കാലത്ത് യാത്രികർക്ക് ഇവിടം പേടി സ്വപ്നമായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം അവർ പായ്ക്കപ്പലിന് കാറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലേ വന്നത്. അപ്പോൾ കാറ്റില്ലാത്തത് കൊണ്ട് കപ്പൽ ഏത് ഭാഗത്തോട്ട് നീങ്ങും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത ഒരു ഏരിയയാണ് ഇത്. ഇനി നെക്സ്റ്റ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ദ ഹോട്ട് എയർ അസെൻഡിങ് ഫ്രം ദ ഇക്വട്ടോറിയൽ ലോ പ്രഷർ ബെൽറ്റ് കൂൾസ് ഗ്രാജ്വലി ആൻഡ് സബ്സൈഡ്സ് അറ്റ് ദി സബ് ട്രോപ്പിക്കൽ സോൺ ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. മധ്യരേഖ പ്രദേശത്ത് നിന്ന് ചൂട് പിടിച്ച വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിൻ്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖലയിൽ എത്തുമ്പോഴേക്കും അത് താഴുന്നു. അതുകൊണ്ടാണ് ഈ മേഖലയിൽ ഹൈ പ്രഷർ അനുഭവപ്പെടാനുള്ള കാരണം. ഈ ഒരു പ്രഷർ ബെൽറ്റ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നാണ് അറിയപ്പെടുന്നത്. സുപ്പീരിയർ ബ്രീഡ്സ് ഓഫ് ഹോഴ്സസ് വേർ വൺസ് എ മേജർ എക്സ്പോർട്ട് ഫ്രം യൂറോപ്പ് ടു അമേരിക്ക ആൻഡ് കാർഗോ ഷിപ്സ് വേർ യൂസ്ഡ് ടു ക്യാരി ദം അക്രോസ്. As the winds are feeble in the subtropical regions, it was difficult for this ship to sail smoothly. In order to make the ship lighter to facilitate easy voyage, they used to throw many of these horses into the sea. Thus the zone acquired the name horse latitude.
പഴയ കാലത്തെ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയി വരുമ്പോൾ ചരക്ക് കപ്പലുകളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കയറ്റുമതി ഇനം എന്ന് പറയുന്നത് കുതിരകളാണ്. അപ്പോൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ കാറ്റുകൾ ദുർബലമായതിനാൽ പായ്ക്കപ്പലുകൾക്ക് നല്ല രീതിയിൽ സഞ്ചരിക്കാൻ സാധിക്കത്തില്ല. കപ്പലിൻ്റെ ഭാരം കുറച്ചാൽ സഞ്ചാരം എളുപ്പമാകുന്നത് കൊണ്ട് ഈ കുതിരകളെ പലതിനെയും കടലിൽ ഉപേക്ഷിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രഷർ ബെൽറ്റിന് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന പേര് വന്നത്. നെക്സ്റ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ആസ് ദിസ് സോൺ ഈസ് ക്ലോസ് ടു ദ പോൾ, ദ എയർ ഈസ് കോൾഡർ ഹിയർ, ദോ ദ കോൾഡ് എയർ റിമെയിൻസ് ക്ലോസ് ടു ദി എർത്ത്. The earth is thrown away due to the rotation of the earth. As a result, low pressure is experienced all along the subpolar region. അപ്പോൾ ഈ തണുത്ത മേഖലയിൽ എന്തുകൊണ്ടാണ് ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ധ്രുവത്തിനോട് ഏറെ അടുത്തായതിനാൽ ഈ മേഖലയിൽ വായു തണുപ്പ് ഏറെയാണ്. തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുമെങ്കിലും ഭൂമിയുടെ ഭ്രമണം മൂലം ഈ വായു ശക്തമായിട്ട് ചുഴറ്റി എറിയപ്പെടും. അതുകൊണ്ടാണ് ഈ തണുപ്പുള്ള ഉപധ്രുവീയ മേഖലകളിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നത്. നെക്സ്റ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ദിസ് സോൺ എക്സ്പീരിയൻസസ് സെവർ കോൾഡ് ത്രൂ ഔട്ട് ദ ഇയർ. ആസ് എ റിസൾട്ട്, the air remains chilled under the extreme cold that prevails over the poles, and this contributes to the steady high pressure experienced here. വർഷം മുഴുവന് നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല അഥവാ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ധ്രുവങ്ങളിലെ അതികഠിനമായ തണുപ്പിൽ അവിടുത്തെ വായു തണുക്കുന്നതിനാലാണ് ഈ മേഖല ഏത് സമയവും ഉച്ചമർദ്ദമായിട്ട് നിലകൊള്ളുന്നത്. ഇനി ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ഔട്ട് ദി ലാറ്റിറ്റ്യൂഡിനൽ ലൊക്കേഷൻ ഓഫ് ദ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ബൈ ഇൻകോപ്പറേറ്റിംഗ് ദ നെയിംസ് ഓഫ് ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ് ആൻഡ് ദെയർ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ ഏതേത് അക്ഷാംശങ്ങളിലാണെന്ന് കണ്ടെത്താൻ പറയുന്നുണ്ട്. വിവിധ മർദ്ദമേഖലകൾ അവയുടെ അക്ഷാംശീയ വ്യാപ്തി കണ്ടെത്താനും പട്ടിക പൂർത്തിയാക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ ചെയ്യുക. വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സോളാർ എനർജി റിസീവ്ഡ് ആൻഡ് ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് കോൺട്രിബ്യൂട്ട് ടു ദ ഫോർമേഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചത് സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകൾ, ഭൂമിയുടെ ഭ്രമണവുമാണ് വിവിധ മർദ്ദമേഖലകളുടെ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ സൂര്യൻ്റെ അയനം, അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സണ്ണ്, ഈ മർദ്ദമേഖലയ്ക്ക് എന്തുണ്ടാവും? സ്ഥാനമാറ്റം ഉണ്ടാകും. ഉത്തരായന കാലത്ത് മർദ്ദമേഖലകൾ വടക്കോട്ടും ദക്ഷിണായന കാലത്ത് ആ മർദ്ദമേഖലകൾ തെക്കോട്ടുമാണ് നീങ്ങുന്നത്.